കരിയർ വെബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫെബ്രുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. റെഗുലറായിട്ട് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. SCERT സീരീസ് നമ്മുടെ ചാനലിൽ നടക്കുന്നുണ്ട്. അത് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SCERT സീരീസ് ഫോളോ ചെയ്യുക. ബയോളജി ആണ് നമ്മളിപ്പോൾ കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. ഓക്കെ, നമുക്ക് കറണ്ട് അഫയേഴ്സ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: കേരള സാമൂഹ്യ നീതി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഭിന്നശേഷി പ്രതിഭകളുടെ സർഗോത്സവത്തിൻ്റെ പേരാണ് സവിശേഷ. കേരള സാമൂഹ്യ നീതി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഭിന്നശേഷി പ്രതിഭകളുടെ സർഗോത്സവമാണ് സവിശേഷ. ദുരന്ത നിവാരണത്തിനുള്ള 2026 സുഭാഷ് ചന്ദ്രബോസ് ആപ്ത പ്രബന്ധൻ പുരസ്കാരത്തിന് അർഹയായത് ലഫ്റ്റനന്റ് കേണൽ സീത അശോക് ഷെൽക്കെ. ഇന്ത്യയിലെ ആദ്യ മെനോപോസ് ക്ലിനിക് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യ മെനോപോസ് ക്ലിനിക് ആരംഭിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. കേരളത്തിൻ്റെ ഔദ്യോഗിക സൂക്ഷ്മാണു, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക സൂക്ഷ്മാണു ഏതാണ്? ബാസില്ലസ് സെബിലിറ്റിസ്. സൂക്ഷ്മാണുക്കൾക്ക് സംസ്ഥാനതല അംഗീകാരം നൽകുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് കേരളം. ഇന്നുകൂടി ഓർത്തു വയ്ക്കുക. 2026 ജനുവരി 28 ബാരാമതിയിൽ വച്ചുണ്ടായ വിമാനാപകടത്തിൽ മരിച്ച മഹാരാഷ്ട്ര ഉപപ്രധാനമന്ത്രിയാണ് അജിത് പവാർ. അത് നിങ്ങൾ ന്യൂസിൽ കണ്ട് നിങ്ങൾക്ക് പരിചയമുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. 2026 ജനുവരി 28 ബാരാമതിയിൽ വച്ചുണ്ടായ വിമാനാപകടത്തിലാണ് മരിച്ചത്. മഹാരാഷ്ട്രയുടെ ഉപപ്രധാനമന്ത്രിയാണ്. കുട്ടികളുടെ മാനസിക സുസ്ഥിതിക്കും പഠന പുരോഗതിക്കുമായി കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്നേഹം. കുട്ടികളോട് സ്നേഹം, അങ്ങനെ ഓർത്തു വയ്ക്കുക. കുട്ടികളുടെ മാനസിക സുസ്ഥിതിക്കും പഠന പുരോഗതിക്കുമായി കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്നേഹം. പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ശാരീരിക മാനസിക ഉന്നമനം ലക്ഷ്യമിട്ട് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് അക്ഷരം ആരോഗ്യം. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിൻ്റെ പദ്ധതിയാണ് അക്ഷരം ആരോഗ്യം. മാതൃഭൂമി അക്ഷരോത്സവം 2026 ഭാഗമായുള്ള ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹമായ കൃതിയാണ് മദർ മേരി കംസ് ടു മീ. കൃതി രചിച്ചത് അരുന്ധതി റോയാണ്. അരുന്ധതി റോയുടെ കൃതിയാണ് മദർ മേരി കംസ് ടു മീ. ലീഗ് ഫുട്ബോളിൻ്റെ പുതിയ പേരാണ് ഇന്ത്യൻ ഫുട്ബോൾ ലീഗ്. ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് മത്സരങ്ങളിൽ 400 വിജയങ്ങൾ സ്വന്തമാക്കിയ ആദ്യ താരമാണ് നൊവാക് ദ്യോക്കോവിച്ച്. ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് മത്സരങ്ങളിൽ 400 വിജയങ്ങൾ സ്വന്തമാക്കിയ ആദ്യ താരം നൊവാക് ദ്യോക്കോവിച്ച്. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് എൻവയോൺമെൻറ്റും ശാസ്ത്ര സാങ്കേതിക വകുപ്പും ചേർന്ന് നൽകുന്ന കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹയായ പ്രശസ്ത ശാസ്ത്രജ്ഞയാണ് ടെസ്സി തോമസ്. സമർത്ഥ് പഞ്ചായത്ത് പോർട്ടൽ വഴി കെട്ടിട നികുതി ശേഖരിച്ച രാജ്യത്തെ ആദ്യ ജില്ല ഏതാണ്? ഛത്തീസ്ഗഡിലെ ദംതാരി ജില്ലയാണ് സമർത്ഥ് പഞ്ചായത്ത് പോർട്ടൽ വഴി കെട്ടിട നികുതി ശേഖരിച്ച ആദ്യ ജില്ല. സമഗ്ര നഗര നയം രൂപീകരിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം. 2026 ജനുവരിയിൽ ഗിഗ് വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് സ്ഥാപിച്ച ആദ്യ സംസ്ഥാനമാണ് കർണാടക. നമ്മുടെ അയൽ സംസ്ഥാനമാണ് കർണാടക. 2026 ജനുവരിയിൽ ഗിഗ് വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് സ്ഥാപിച്ച ആദ്യ സംസ്ഥാനം കർണാടക. 2026 കാർഷിക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മധ്യപ്രദേശാണ്. 2026 കാർഷിക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മധ്യപ്രദേശ്. യാത്രാ ഗതാഗതത്തിനായി ഹൈഡ്രജൻ ബസ്സുകൾ സർവീസ് നടത്തുന്ന രാജ്യത്തെ ആദ്യ വിമാനത്താവളം ഏതാണ്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. യാത്രാ ഗതാഗതത്തിനായി ഹൈഡ്രജൻ ബസ്സുകൾ സർവീസ് നടത്തുന്ന രാജ്യത്തെ തന്നെ ആദ്യ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. 2026-27 കേന്ദ്ര ബജറ്റിൽ വനിതാ സംരംഭകർക്കായി പ്രഖ്യാപിച്ച പുതിയ പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താണ്? ഷീ മാർട്ട്. ഓർത്തു വയ്ക്കണം, കേന്ദ്ര ബജറ്റിൽ വനിതാ സംരംഭകർക്കായി പ്രഖ്യാപിച്ച പുതിയ പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് ഷീ മാർട്ട്. ഇന്ത്യയിലെ ആദ്യ തുറന്ന കടൽ മത്സ്യകൃഷിക്ക് തുടക്കമായത് എവിടെയാണ്? ആൻഡമാനാണ്. ആൻഡമാനിലെ ശ്രീവിജയപുരത്തിനടുത്താണ് കൃഷി ആരംഭിച്ചത്. എവിടെയാണ്? ആൻഡമാൻ ദ്വീപിലാണ്. ആൻഡമാനിൽ ശ്രീവിജയപുരത്തിനടുത്താണ് കൃഷി ആരംഭിച്ചത്. രാജ്യത്തെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമം, സംരക്ഷണം, ശാക്തീകരണം എന്നിവ മുൻനിർത്തി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഡിജിറ്റൽ പോർട്ടലാണ് പൻഗുഡി.
രാജ്യത്തെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമം, സംരക്ഷണം, ശാക്തീകരണം എന്നിവ മുൻനിർത്തി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടലാണ് പൻഗുഡി. രാജ്യത്തെ ആദ്യ സമർപ്പിത ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് നയം പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. രാജ്യത്തെ ആദ്യ സമർപ്പിത ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് നയം പുറത്തിറക്കിയ സംസ്ഥാനമാണ് തമിഴ്നാട്. 20 ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റിപ്പീറ്റ് ചെയ്യുക. നിങ്ങൾ CA റിവൈസ് ചെയ്ത് പോവാം. അപ്പോൾ എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾക്ക് അത്രയും ഒരു ഭാരം അനുഭവപ്പെടില്ല. ഈസി ആയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലായിരിക്കും. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.